പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട തട്ടിപ്പ് കേസിലെ പ്രതി മോൻസൺ മാവുങ്കൽ. സാമ്പത്തിക തട്ടിപ്പ് കേസിലും പോക്സോ കേസിലും കെപിസിസി പ്രസിഡന്റ് കെ സുധാകരന്റെ പേര് പറയാൻ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി നിർബന്ധിച്ചെന്നാണ് മോൻസന്റെ ആരോപണം. കെ സുധാകരന്റെ വലങ്കൈ എബിൻ എബ്രഹാം മോൻസണിൽ നിന്ന് പണം കൈപ്പറ്റിയതിന്റെ രേഖകളുണ്ടെന്ന് പരാതിക്കാരൻ ഷമീർ വെളിപ്പെടുത്തി. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് മോൻസന്റെ വെളിപ്പെടുത്തൽ. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കെ സുധാകരന്റെ പേര് പറയാൻ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി രസ്തം ഭീഷണിപ്പെടുത്തി. കെ സുധാകരന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ഭാര്യയും മക്കളും ജീവനോടെ ഉണ്ടാവില്ലെന്നായിരുന്നു ഭീഷണി. കോടതിയിൽ നിന്ന് പോകും വഴി കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിനടുത്ത പെട്രോൾ പമ്പിൽ വെച്ചായിരുന്നു സംഭവം. അനൂപിന്റെ പണം വാങ്ങിയത് സുധാകരന് കൊടുക്കാനാണെന്ന് പറയണമെന്ന് നിർബന്ധിച്ചു. പോക്സോ കേസിൽ പീഡനം നടക്കുന്ന സമയത്ത് സുധാകരൻ വീട്ടിലുണ്ടായിരുന്നുവെന്ന് പറയണമെന്ന് ഡിവൈഎസ്പി ആവശ്യപ്പെട്ടതായും മോൻസൺ കോടതിയിൽ പറഞ്ഞു. മോൻസന്റെ പരാതി ജയിൽ മേധാവി വഴി എഴുതി നൽകാൻ കോടതി നിർദ്ദേശം നൽകി. അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രധാനമായിട്ടും പറഞ്ഞത് ഈ പീഡന സമയത്ത് ഇപ്പോഴാരോപിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ പേരും കൂടെ പറയണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വീഡിയോ കോൺ. അതെ 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 യെസ്, പോക്സോ കേസിൽ പീഡന സമയത്ത് അവിടെ ഉണ്ടാവണമെന്ന് മൊഴി നൽകണമെന്ന് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ കോടതിയിൽ VC വഴി പറഞ്ഞത്. പിന്നെ 25 ലക്ഷം രൂപ കൈപ്പറ്റിയതായിട്ടും മൊഴി പറയണമെന്നാണ് VC വഴി അദ്ദേഹം പറഞ്ഞത്. അതിനിടെ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പരാതിക്കാർ ക്രൈംബ്രാഞ്ചിൽ മൊഴി നൽകി. മോൻസണിൽ നിന്ന് സുധാകരന്റെ സഹായി എബിൻ പണം കൈപ്പറ്റിയതിന് തെളിവുണ്ട്. സുധാകരൻ പണം കൈപ്പറ്റുന്നത് തങ്ങൾ കണ്ടിട്ടില്ല. സുധാകരൻ സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞാണ് പണം കൊണ്ടുവന്നത്. എബിൻ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായും പരാതിക്കാരനായ ഷമീർ പറഞ്ഞു. മോൻസന്റെ അക്കൗണ്ടിൽ നിന്നും കൃത്യമായി ഇദ്ദേഹത്തിന്റെ ഈ PA എന്ന് പറയുന്ന എബിൻ എബ്രഹാം മാസപ്പടി വാങ്ങാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. സുധാകരൻ അനൂപിൽ നിന്ന് പണം വാങ്ങുമ്പോഴും ഈ പറയുന്ന നവംബർ 22, 2018 എബിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. കൂടാതെ അവിടെ 8 തവണ സുധാകരൻ വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹമുണ്ട്. ഈ എബിൻ മോൻസന്റെ അക്കൗണ്ടിൽ നിന്ന് മാത്രമല്ല, മോൻസന്റെ ജീവനക്കാരനായ ജോഷി, അജിത്ത്, ജെയ്സൺ, അതേപോലെ മറ്റ് 2 സ്റ്റാഫുകളുടെ അക്കൗണ്ടിൽ നിന്നും കൃത്യമായി ഇദ്ദേഹം പണം കൈപ്പറ്റിയിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ 164 കൊടുത്ത സാക്ഷികളെ ഇദ്ദേഹം സ്വാധീനിച്ചതിന്റെ വാട്സപ്പ് ചാറ്റുകൾ വരെയുണ്ട്. മോൻസണുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പിൽ കെ സുധാകരന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നു. ചോദ്യം ചെയ്യലിൽ നിന്നും ഒഴിഞ്ഞുമാറിയ സുധാകരൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകി. ഹർജി പരിഗണിച്ച കോടതി സുധാകരന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു. ന്യൂസ് 18 കൊച്ചി.